നമ്മുടെ നാട്ടിൻ്റെ ഈ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തകർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമ്മൾ ഒരു വലിയ ആശയമാണ് നാട്ടിൽ കൊണ്ടുവന്നത്. അതാണ് മാർക്സിസം എന്ന് പറയുന്നത്. ലോകത്തെ മാറ്റാനുള്ളതാണ്. ആ മാറ്റത്തിൽ ലോകം കണ്ട് അവസാനമായ ഫിഡൽ കാസ്ട്രോ പറഞ്ഞത്, എൻ്റെ രാജ്യത്ത് വിപ്ലവം കഴിഞ്ഞു, എനിക്കൊരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ വേണം, എന്നെ സാമൂഹ്യ ജീവിതത്തിനൊരു പുതിയ വെളിച്ചം വേണം. അതിന് ഞാൻ കാണുന്നത് മാർക്സിസമാണ്. അതുകൊണ്ട് 1960 ക്യൂബയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു, അതിൽ കാസ്ട്രോ. ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തോടെ ചരിത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കഴിയാത്തതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാവാതിരിക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ സീരിയസ് ആയി ചർച്ച നടത്തേണ്ട വേറെയാണ് ആ ചർച്ച നടത്താം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ, പൊതുപ്രവർത്തന ജീവിതത്തിൽ ഞാനിപ്പോൾ പല സ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. ഒരു സ്ഥാനവും ഞാൻ ആവശ്യപ്പെട്ടൊരു സ്ഥാനം കിട്ടിയതല്ല. ഞാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടുമില്ല. എനിക്കങ്ങനെ താല്പര്യമില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അയാളെ ജോലി എന്താണെന്ന് പാർട്ടി തീരുമാനിക്കും. അല്ലാതെ എനിക്ക് പാർലമെൻറ്റിൽ പോകണം, എനിക്ക് അസംബ്ലിയിൽ പോകണം, എനിക്ക് മന്ത്രിയാവണം, എനിക്ക് MLA ആവണം, എനിക്ക് MP ആവണം, എനിക്ക് പഞ്ചായത്തിന് മത്സരിക്കണം, പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരിക്കണം, എനിക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയത് മാത്രമല്ല അത് മാറാനും പാടില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കണം എന്ന രീതിയിലൊക്കെ മോഹം ഉണ്ടാകുന്ന ഒരു കാലം വന്നില്ലേ? ആ കാലത്തിൽ എന്താ അങ്ങനെ വരാൻ കാരണം? എൻ്റെ അഭിപ്രായത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒരു പഴയ കാലത്തിൻ്റെ തിരിച്ചുപോക്ക് അനിവാര്യമായി വരും. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. പഴയ കാലത്ത് എത്രയെത്ര സഖാക്കൾ, എത്രയെത്ര പേർ. പഴയ കാലത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇപ്പോൾ കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടെ ആദ്യമായി നട്ട് നനച്ച് വളർത്തി, അതിൻ്റെ കൂടെ പിന്നെ വെള്ളം നനച്ച് കാവൽ നിന്നാളാ കൃഷ്ണപിള്ള. ആ പാമ്പ് വന്ന് കടിയേറ്റില്ലെങ്കിൽ കൃഷ്ണപിള്ള നമ്മളിവിടെ ഉണ്ടായിരുന്നു. കൃഷ്ണപിള്ള 9 വർഷക്കാലം നമ്മളെ പാർട്ടി സെക്രട്ടറിയായി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു തരത്തിലും ഒരു കുഴപ്പമില്ലാതെ നയിച്ചൊരു നേതാവ് അദ്ദേഹം. ആ കൃഷ്ണപിള്ള എന്താ കൃഷ്ണപിള്ള കിട്ടിയത്? ഒന്നുമില്ലല്ലോ. കൃഷ്ണപിള്ളയുടെ ജീവിതം എന്തായിരുന്നു ജീവിതം? ഒരു സ്ഥലത്തും കൃഷ്ണപിള്ള മുമ്പിൽ വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. കൃഷ്ണപിള്ള എവിടെയെങ്കിലും ഒരു ജാഥ നയിക്കാൻ കൃഷ്ണപിള്ള മുമ്പിൽ വന്നിട്ടോ? ഇല്ല. കൃഷ്ണപിള്ള എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഒരു നേതൃത്വത്തിൻ്റെ പങ്ക് നിർവഹിച്ച. പുന്നപ്രവല സമരം നടന്നല്ലോ. സമരത്തിൻ്റെ തലേന്ന് 1946 ഒക്ടോബർ മാസം 25-ാം തീയതി 25-ാം തീയതി ചേർന്ന കമ്മിറ്റി യോഗത്തിൽ കൃഷ്ണപിള്ള പങ്കെടുത്ത് അതിന് നേരെ ബോട്ടിൽ പോയത് അക്കരെ കടന്നതാണ് കൃഷ്ണപിള്ള. അപ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു സൂത്രധാരനായി പ്രവർത്തിച്ച കൃഷ്ണപിള്ള. ആ കൃഷ്ണപിള്ള ഇതിൻ്റെ മുമ്പിൽ വരാൻ ആലോചിച്ചില്ലല്ലോ ഒരിക്കലും. ഇല്ല. എന്തുകൊണ്ട്? പ്രസ്ഥാനമാണ് വലുത്. പ്രസ്ഥാനത്തിൽ വ്യക്തികളെന്ന് പറയുന്നത് അവർ പ്രശ്നമല്ല, പ്രസ്ഥാനമാണ് വലുത്. ആ വലുതായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ നേതാക്കന്മാരെല്ലാവരും വന്നത്. അവരൊക്കെ വഹിച്ച ത്യാഗങ്ങൾ എന്താ? വലിയ ത്യാഗമല്ലേ? ആ ത്യാഗങ്ങളുമായി നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ത്യാഗങ്ങളാണ്? അടികൊണ്ടിട്ടുണ്ട്, അത് ത്യാഗമാണോ? അല്ല. ജയിലിൽ പോയിട്ടുണ്ട്, ത്യാഗമാണോ? അല്ല. പട്ടിണി കിടന്നിട്ടുണ്ട്, ത്യാഗമാണോ? അല്ല. കഷ്ടപ്പാട് അനുഭവിച്ച ത്യാഗമാണോ? അല്ല. പണമില്ലാത്തതുകൊണ്ട് നമ്മൾ MLA ഹോസ്റ്റലിൽ പട്ടിണി കിടന്നിട്ടുണ്ട്, അത് ത്യാഗമാണോ? അല്ല. പൊതുപ്രവർത്തകൻ്റെ ത്യാഗമെന്ന് പറയുന്നത് ഏതളവിലാണ്? അന്നത്തെ കാലത്ത് സ്വന്തം കുഞ്ഞ് മരിച്ചിട്ട്, സ്വന്തം മകൻ മരിച്ചിട്ട് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കഴിയാതിരുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സഖാവ് PK വാസുദേവൻ നായർ. അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല. പോലീസ് ചുറ്റും കാത്തുനിൽക്കുന്ന അദ്ദേഹം വരുമ്പോൾ പിടിക്കാൻ കാണാൻ കഴിഞ്ഞില്ലല്ലോ. എന്തായിരിക്കും അതിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ ഒരളവ് നിങ്ങൾ കൂട്ട്? PKV. അതുപോലെ എത്ര ആളുകൾ. എന്തിന് ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിലുള്ള സമ്പാദ്യങ്ങളെല്ലാം പാർട്ടി കൊടുത്ത് അവസാന കാലം നമ്മളോട് പിരിഞ്ഞ EMS ഇല്ലേ? EMSനെ പോലുള്ളൊരു ഒരു പോരാളി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്പൂതിരി സമുദായത്തിനകത്ത് ആദ്യമായി വിപ്ലവം നടത്തിക്കൊണ്ട് 20 പേർ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞ് വിപ്ലവം നടത്തിയപ്പം അതിലൊരാളായിരുന്നു ചെറുപ്പക്കാരനായ സഖാബ് EMS. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിലുള്ള ആളുകളാരാ? നമുക്കിപ്പോൾ വെളിയും മാർഗം അറിയാലോ. എപ്പോഴും നമ്മൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോയി, ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. നമ്മൾ 3 പേരുണ്ടായിരുന്നു. ഹോട്ടലെന്ന് പറഞ്ഞാൽ ഒരു പ്രമാണീൻ്റെ ഹോട്ടലാണ്. പ്രമാണീൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നമ്മൾ അറിയപ്പെടുന്നൊരു പ്രമാണി തന്നെയാണ്. ആ ഹോട്ടലിൽ കയറി എന്നോട് പറഞ്ഞു, അവിടെ ഒന്ന് കയറാടോ,
ഓൻ ഒരുപാട് നാളെ ഒന്ന് ചായ കുടിക്കാൻ പോകണമെന്ന് പറയുന്നത് പോവാം, പക്ഷേ പൈസ നമ്മൾ കൊടുത്തേക്കണം. ഓനടുത്ത് വെറുതെ കുടിക്കാനൊന്നുമില്ല, അതൊന്നും ആശാനില്ല. ആശാനിൽ എന്താ വാങ്ങിയേ? 3 പേര് ഓരോ ദോശ. അന്ന് ദോശ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ പൈസക്ക് ദോശ കിട്ടുന്ന കാലമാണ്. ഇത് 1982 ആ ദോശ കിട്ടുന്ന കാലമാണ്. ആ ദോശയും ഇതെല്ലാം കഴിച്ച് നോക്കുമ്പോൾ ബില്ല് വന്ന് നോക്കുമ്പോൾ എത്ര 85 രൂപയാണ് മറ്റും. ആശാനിങ്ങനെ ചുരുട്ടെല്ലാം അയച്ച് നോക്കുമ്പോൾ ആശാൻ്റെ കയ്യിൽ 40 ഉള്ളൂ. എന്നോട് ചോദിച്ചോടോ നിൻ്റെ അടുത്തുണ്ടാ? ഞാൻ പറഞ്ഞു ആശാനെ എൻ്റെ അടുത്ത് 18 ഉണ്ട്. അവസാനം ഡ്രൈവറുകളൊന്നും പൈസ വാങ്ങി എന്നിട്ട് ഒപ്പിച്ച് കൊടുത്ത് എന്നിട്ട് പറഞ്ഞ് ഇനി ഇതുപോലുള്ള ഹോട്ടലിൽ നമ്മൾ കയറിക്കൂടെ, ഇതൊരു പാഠമാണ്. അത് ആശാൻ. ഇതൊക്കെ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ ചില ഭാഗങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമല്ലേ. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. അമ്മക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടായൊരു സമയമുണ്ടായിരുന്നു. ആ സന്തോഷം, ഞാൻ ഇടയ്ക്ക് സോവിയറ്റ് യൂണിയനിൽ പോയത് വലിയ കാര്യം തന്നെ. എല്ലാവരും പറയും എൻ്റെ മോൻ റഷ്യയിൽ പോയി, അതൊക്കെ പറഞ്ഞ്. പക്ഷേ അമ്മക്കൊരു ഏറ്റവും വലിയ സന്തോഷമുണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഞാൻ കണ്ണൂരിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുക. ആ ടൂർണമെൻറ്റ് പബ്ലിസിറ്റീൻ്റെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യും, അവിടെ വെച്ച് അനൗൺസ് ചെയ്യും. അവിടെ നിന്നാണ് ടി ദാമോദരൻ, നമ്മളെ തിരക്കഥാകൃത്ത്, അദ്ദേഹത്തെ പരിചയപ്പെട്ട അദ്ദേഹമാണ് എനിക്ക് റണ്ണിങ് കമൻട്രി പഠിപ്പിച്ചു തന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കമൻട്രി പറഞ്ഞ പിന്നെ കമൻറ്റേറ്ററായി. അപ്പം ആ ടൂർണമെൻറ്റ് ഈ ഒരു അവിടുത്തെ അവലോകനം നടത്താൻ ആകാശവാണിയിൽ ഒരു ചാൻസ് കിട്ടി. ആകാശവാണി 1970 70 പറഞ്ഞാൽ എൻ്റെ പ്രായം നിങ്ങൾക്കറിയാമല്ലോ. 70 എന്ന് പറഞ്ഞാൽ ഒരു 22 വയസ്സ് പ്രായം. അപ്പം കമൻട്രി പറയാൻ ചാൻസ് കിട്ടിയപ്പം പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ് പോകുമ്പോൾ കോഴിക്കോട് നിന്ന് കമൻട്രി പറയുന്നുണ്ട്. അതായത് അവലോകനം കോഴിക്കോട് ആകാശവാണി പോകുമ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മേ ഞാനൊന്ന് റേഡിയോ പറയാൻ വേണ്ടി പോവാം. റേഡിയോലാ? ഞാൻ പറയാതെ നീ റേഡിയോ പറയുമോ? എത്ര മണിക്കാണ്? 6:50. വീട്ടിൽ റേഡിയോ ഇല്ല. അടുത്ത് വിടുന്ന ഒരു പോക്കറ്റ് റേഡിയോ വാങ്ങിച്ചു കൊണ്ടുവന്ന് അമ്മ ചുറ്റുമുള്ള വീട്ടിൽ സ്ത്രീകളെ വിളിച്ച് എൻ്റെ മോനിപ്പോൾ പറയും. അങ്ങനെ 6:50 തുടങ്ങി കണ്ണൂരിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റിനെക്കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരണം നടത്തുന്നത് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ. അമ്മ നല്ലോണം ചിരിച്ച്. രാത്രി ചെന്നപ്പം അമ്മ വാതിൽ തുറന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞ് മോനെ ഇനി എനിക്ക് ചത്താക്കിയതുമില്ല, നീ റേഡിയോ പറഞ്ഞല്ലേ. അടുത്ത വീട്ടിലെ സ്ത്രീകൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇടവഴിയിലൂടെ ഇങ്ങനെ പോകണം. അടുത്ത വീട്ടിലെ സ്ത്രീകളൊക്കെ രാവിലെ ഞാനിങ്ങനെ പോകുമ്പോൾ എടി ചക്കനെ കണ്ട, ചക്കൻ റേഡിയോ പറഞ്ഞാ. എൻ്റെ നാട്ടിൽ ആദ്യമായി ആകാശവാണി പറയുന്ന ആളാണ്. അന്ന് ARFM എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ് അത്. മറ്റൊന്ന്, എൻ്റെ ജീവിതത്തിലെ തിരുത്തലുകൾ പലതും വരുത്താൻ അമ്മയാണ് കാരണക്കാരി. ഞാനൊരു ദിവസം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണൂരിലെ പോലീസ് മേധായിരുന്നു. എൻ്റെ കൂടെ കളിക്കുന്ന ഒരു കളിക്കാരൻ രാജൻ എന്ന് പറഞ്ഞാൽ ഞാനും രാജനും തമ്മിൽ പന്ത് ഇങ്ങനെ കൈമാറുന്നതാണ്. ഇത് അങ്ങനെ പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും കളിക്കുന്നതാണ്. അപ്പോൾ രാജൻ ഒരു ദിവസം പറഞ്ഞു, എടാ ഇന്ന് വീട്ടിലാണ് വൈകുന്നേരത്തെ നമുക്ക് കളി കഴിഞ്ഞാൽ വീട്ടിൽ ചാപ്പാണ്ട് നല്ല കോഴിയിറച്ചിയും പുട്ടും. കോഴിയിറച്ചിയും പുട്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് വെള്ളമൂറി. കോഴിയിറച്ചി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലല്ല കോഴിയിറച്ചി. വീട്ടിലെ കോഴിയെ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ കൊന്ന് നല്ല കറി, നാടൻ കറി ഉണ്ടാക്കിയിട്ട് കോഴിയിറച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പോയി. അതിൻ്റെ കൂടെ 3-4 പേര് വേറെയുണ്ട്, നമ്മളെ പ്രായക്കാർ. അപ്പം ഇവൻ്റെ ചേട്ടൻ പട്ടാളത്തിലാണ്, അയാൾ നാട്ടിൽ വന്നിരിക്കുക. പട്ടാളത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ സദ്യയാണ് നമുക്ക് ഏർപ്പാട് ചെയ്തത്. അപ്പോൾ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുക, ആവി മുറുക്കുന്ന പുട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് ഓരോ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച്. ആ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ച വെള്ളം, അപ്പോൾ ചുവന്ന വെള്ളം അതിനകത്ത് പോകുന്നത് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെ കൊണ്ടുവന്ന് 3X റമ്മ. ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു മിണ്ടാരിയടാ, എല്ലാവരും കുടിക്കുമ്പോൾ നീ മാത്രം. എല്ലാവരും നിർമ്മിച്ച് ഞാനും കുടിച്ച് ഒരൊറ്റ വലി കണ്ണിയും വിറ്റ് കുടിച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റാകുമ്പോഴേക്ക് കാലിൻ്റെ പെരുവിരൽ മുതൽ ഈ മൂർധാവ് വരെ ഒരു വല്ലാത്ത ഇലക്ട്രിക് സഞ്ചാരം പോലെ. പിന്നെ ഞാനിങ്ങനെ ഒരു കാറ്റിൽ ആകാശത്തിലും ഭൂമിയിലില്ലാത്തൊരവസ്ഥ. ഞാൻ നല്ലോണം കഴിച്ചെനിക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്, ഈ വീട്ടിൽ നിന്ന്.
ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി. വാതിൽ പൂട്ടി. അമ്മ വാതിൽ തുറന്നു. എന്നെ അമ്മ ഒന്ന് സൂക്ഷിച്ച് നോക്കി. സാധാരണ പോലെ ഞാൻ ചെന്നാൽ അഴിച്ചിടലൊന്നുമില്ല. നേരെയും കിടന്ന്. അടുത്ത ദിവസം ഞായറാഴ്ച ഉച്ചയാകുമ്പോഴേക്ക് ഞാൻ കുളിച്ച് കയറായി പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, വാ, നീ ഇന്നലെ എന്താ കഴിച്ചേ? ഞാൻ നേരെ പറഞ്ഞുകൊള്ളതല്ല. എല്ലാം കേട്ടപ്പം അമ്മേൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, ഇതാദ്യത്തെയും അവസാനത്തെയും കഴിക്കല, ഇനി കഴിക്കരുത്. അത് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുക. ഞാനും കരഞ്ഞ്. അതിനുശേഷം ജീവിതത്തിൽ ഇന്നോളം ഒരു തുള്ളി ഞാൻ എവിടെ നിന്നും കഴിച്ചില്ല. സോവിയറ്റ് യൂണിയനിൽ പോയി കഴിച്ചില്ല, എവിടെ നിന്നും കഴിച്ചില്ല. അതൊരു വലിയ പാഠമാണ്. അമ്മ എന്നെ അപ്പോൾ രണ്ടടിച്ചെങ്കിൽ എനിക്കിത് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അമ്മയുടെ കണ്ണീര്, ആ കണ്ണീര് എൻ്റെ മനസ്സിനകത്ത് മായാതെ കിടക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങളില്ലേ, അത് വല്ലാത്ത മനസ്സിനെ ബാധിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ, ഇപ്പം ഞാൻ എത്രയോ പാർട്ടികളിൽ പോയിട്ടുണ്ട്. ഏത് പാർട്ടികളിൽ ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയും, സോറി, ഞാനില്ല കേട്ടോ. അവർക്ക് മനസ്സിലാവും, പ്രശ്നമില്ല. ഈ ആൾ കള്ളു കുടിക്കുന്നിടത്ത് പോയാലും കള്ളുകുടിയാവുമോ? തിരുവനന്തപുരത്ത് എത്ര സ്ഥലങ്ങളിൽ ഞാൻ സദസ്സിൽ പോയിട്ടുണ്ട്. പ്രമാണിമാരുടെ കൂടെ ഒരുമിച്ചിരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പം ലിക്കർ പണം കഴിച്ചിട്ടുണ്ട്, ഞാൻ കഴിക്കില്ല. അവർക്കറിയാം കഴിക്കില്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളുണ്ട്. ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ മറന്നു പോകരുത്. മറന്നു പോയാൽ നമ്മളതല്ലാവും. അതുകൊണ്ടാണ് നമ്മളതല്ലാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്.